നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നമ്മുടെ ചർച്ച ചെയ്യുന്നത് ജ്യോതിശാസ്ത്രത്തിൽ സൂര്യൻ്റെ മേടൻ രാശിയിലേക്കുള്ള പ്രവേശനവും അത് ഓരോ രാശിക്കാർക്കും ഉണ്ടാക്കുന്ന ശുഭാശുഭ ഫലങ്ങളുമാണ്. സൂര്യൻ മേടൻ രാശിയിൽ പ്രവേശിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് എന്താണ്? ആ പ്രവേശിക്കുന്ന ദിവസമാണ് വിഷു സമാഗതമാകുന്നത്. ഈ വർഷം സൂര്യൻ മേടം മാസത്തിൽ പ്രവേശിക്കുന്നത് 1200 മേടമാസം 1-ാം തീയതി പുലർച്ചെ 3:15 അതായത് 2025 ഏപ്രിൽ മാസം 14-ാം തീയതി കാലത്ത് 3:15 സമയത്താണ് സൂര്യൻ്റെ മേടൻ രാശിയിലേക്കുള്ള സംക്രമണം എന്നൊക്കെ നാം പറയും. ഇതിനെയാണ് ലോക മലയാളികളെല്ലാം തന്നെ നമ്മുടെ ഭാരതീയ കലണ്ടർ പ്രകാരം വിഷുവായി ആഘോഷിക്കുന്നത്. ഏറ്റവും അധികം പ്രാധാന്യം സൂര്യൻ ഉണ്ടാകുന്ന മാസമാകുന്നു മേടമാസം. എന്തെന്നാൽ എല്ലാ ഗ്രഹങ്ങൾക്കും ഉച്ചസ്ഥിതിയും മൂലക്ഷേത്രസ്ഥിതിയും സ്വക്ഷേത്രസ്ഥിതിയും നീചസ്ഥിതിയുമുണ്ട്. ഇവിടെ സൂര്യൻ മേടത്തിലാണ് തൻ്റെ ഉച്ചം ക്ഷേത്രമായി നാം കണക്കാക്കുന്നത്. മേടം 10 10-ാമുദയം. എന്താണ് ജ്യോതിശാസ്ത്രത്തിൽ സൂര്യനത്തെ പ്രാധാന്യം? സൂര്യൻ ജ്യോതിഷത്തിൽ രാജാവാകുന്നു, ചന്ദ്രൻ രാജ്ഞിയാണ്. സൂര്യനാകുന്നു ആത്മപ്രഭാവം, താതശ്ച ആത്മപ്രഭാവ. തൻ്റെ പിതാവും തൻ്റെ ആത്മപ്രഭാവം, പൗരുഷം, പേഴ്സണാലിറ്റി ഇതൊക്കെ ചിന്തിക്കുന്ന ഗ്രഹമാകുന്നു സൂര്യൻ. അതിനാൽ സൂര്യൻ തൻ്റെ ഉച്ചരാശിയിൽ വരുമ്പോൾ ഒരു വ്യക്തിക്ക് പൗരുഷമുണ്ടാകുന്നു, ആത്മപ്രഭാവമുണ്ടാകുന്നു, വ്യക്തിത്വമുണ്ടാകുന്നു. വ്യക്തിത്വമുണ്ടെങ്കിൽ മാത്രമേ ഒരു സദസ്സിൽ കയറി ശോഭിക്കാനൊക്കെ പറ്റുകയുള്ളൂ. അതാണ് ആത്മപ്രഭാവം. സൂര്യൻ രാജാവാണ്, കിരീടം വെക്കാത്ത രാജാവാണ് സൂര്യൻ. സൂര്യനിലാണ് ഈ ലോകത്തെ എല്ലാ ചൈതന്യവും കുടികൊള്ളുന്നത്. ഞങ്ങൾ ജ്യോതിഷികൾ തന്നെ ഒരു കവടിക്രിയ നടത്തുമ്പോൾ ഓം മൂർത്തിത്വേ പരികൽപ്പിത ശശഭൃതോ പത്മാപുനർജന്മനാം ആത്മേത്യാത്മവിതാം ക്രതുശ്ച യജതാം ഭർത്താമര ജ്യോതിഷാം ലോകാനം പ്രളയോദയ സ്ഥിതിവിപുശ്ചാനേകഥാ യഹ് ശ്രുതൗ വാചം ന സദധാതു നൈകകിരണ ത്രൈലോക്യ ദീപോരവിഹി എന്ന അതിശക്തമായ വരാഹമിഹിര ഹോരയിലെ ആദ്യത്തെ ശ്ലോകം ചൊല്ലിക്കൊണ്ടാണ് ഞങ്ങളുടെ കവടിക്രിയ ആരംഭിക്കുന്നത്. പ്രഭാവമാകുന്നു, വ്യക്തിത്വമാകുന്നു സൂര്യൻ. ഈ സൂര്യനിതാ മേടൻ രാശിയിലേക്ക് പ്രവേശിക്കുകയാണ്. എപ്രകാരമാണ് ഈ ഉച്ചരാശിയിൽ സൂര്യൻ എത്തുമ്പോൾ മേടം മുതൽ 12 രാശിക്കാർക്കുമുള്ള അനുഭവമെന്നാണ് നാം ചിന്തിക്കുന്നത്. ഇവിടെ മേടം മുതൽ മീനം വരെയുള്ള 12 രാശിക്കാർക്കും സൂര്യൻ്റെ ഈ ചരവശാലുള്ള മേടൻ രാശിയിലേക്കുള്ള പ്രവേശനം എത്രത്തോളം ഓരോ രാശിക്കാർക്കും ശുഭഫലങ്ങളെ പ്രദാനം ചെയ്യുന്നു എന്ന് നമുക്ക് ചിന്തിക്കണം. വളരെ വിശദമായി വിഷുഫലം നാം ചർച്ച ചെയ്യുന്നുണ്ട്. ഇവിടെ സൂര്യൻ്റെ മേടം രാശിയിലേക്കുള്ള പ്രവേശനവും അതെപ്രകാരം ഓരോ രാശിക്കാരെയും സ്വാധീനിക്കുന്ന വിഷയമാണ് നാം ചർച്ച ചെയ്യുന്നത്. പ്രിയമുള്ള പ്രേക്ഷകരെ, അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് കന്നി രാശിക്കാരുടെ ശുഭാശുഭ ഫലങ്ങളാണ്. ഉത്തര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 45 നാഴിക, അത്തം ചിത്ര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 30 നാഴിക വരുന്ന 2 നക്ഷത്ര സമൂഹം. ഇവിടെ കന്നി രാശിക്കാർക്ക് സൂര്യൻ 12-ാം ഭാവത്തിൻ്റെ അധിപനാണ്. 12-ാം ഭാവം എന്താണ്? പാപം, വ്യയം, പതനം, അല്ലേ? പാപകർമ്മങ്ങൾ, വ്യയം, ചെലവ്, പതനം, വീഴ്ച. നിരയം, വാമമമ്പകം, ഇടത്തെ കണ്ണ്. സ്ഥാനഭ്രംശം, ഡിസ്പ്ലേസ്മെൻറ്റ് ഫ്രം പൊസിഷൻ, തൻ്റെ സ്ഥാനത്ത് നിന്നുള്ള വീഴ്ച. വൈകല്യം, ശാരീരികമായ വികലതകൾ. ദ്വാദശേന ചിന്തയേത്. 12-ാം ഭാവം കൊണ്ട് വിചിന്തയേത്, പ്രത്യേകിച്ച് ചിന്തിക്കണം. ജ്യോതിഷത്തിൽ 12 നല്ല ഭാവമല്ല. ഷഷ്ഠം, ദ്വാദശം, അഷ്ടമഞ്ച മുനിയോ ഭാവാൻ അനിഷ്ഠാൻ വിദുഹു. 6, 8, 12 ഭാവങ്ങൾ ജ്യോതിഷത്തിൽ ദോഷമാണ്. ആ ദോഷഭാവമാണ് 12-ാം ഭാവം. ഏറ്റവും കഷ്ടം 8ആണ്, പിന്നെ 6, പിന്നെ 12. ഈ 12-ാം ഭാവാധിപൻ വൈകല്യം ഉണ്ടാക്കുന്ന ഗ്രഹം കന്നിരാശിക്കാർക്ക് എവിടെ നിൽക്കുന്നു? ഏറ്റവും ദുർബലമായി 8-ാം ഭാവത്തിൽ നിൽക്കുന്നു, അഷ്ടമത്തിൽ നിൽക്കുന്നു. തത്ര അതികഷ്ട അഷ്ടമ. അതിൽ ഏറ്റവും കഷ്ടപ്പെട്ട ഭാവമാകുന്നു 8-ാം ഭാവം. എന്താണ് 8-ാം ഭാവം? സർവപ്രണാശോ, എല്ലാ നാശങ്ങളുമാണ്.
സർവം നശിക്കുന്ന ഭാവമാകുന്നു 8-ാം ഭാവം. വിപദഃ ആപത്തുകൾ, അപവാദങ്ങൾ, ഹേതുപ്രദേശോ മരണസ്യ ദാസാഹ, മരിക്കുന്ന കാരണം മരണത്തിൻ്റെ പ്രദേശങ്ങൾ, തൻ്റെ ഭൃത്യജനങ്ങൾ, മഠാധികം വേശ്മ, മഠാധികം മഠം മുതലായ വീടുകൾ, അനാഥാലയം, മന്ദിരം, ക്ഷേത്രം, ട്രസ്റ്റ്, വിചിന്തനീയ പുനരഷ്ടമേന. ഇതൊക്കെ 8-ാം ഭാവം കൊണ്ട് ചിന്തിക്കണം. ഈ അങ്ങേയറ്റം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഭാവത്തിലാണ് വൈകല്യവാനായ സൂര്യൻ പോയി നിൽക്കുന്നത്. എങ്ങനെ ഉണ്ടാകും നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ഈ സമയത്ത് പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങേണ്ടി വരും, കോടതിയിൽ പോകേണ്ടി വരും, ജാമ്യം എടുക്കേണ്ടി വരും. തൻ്റെ ഭൃത്യജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാം, അല്ലെ ഭൃത്യജനങ്ങൾ തനിക്കെതിരെ അപവാദങ്ങൾ ഉണ്ടാക്കാം. ഇപ്പം മലയാളത്തിലെ ഒരു പ്രസിദ്ധനായ സിനിമാ നടനിത തൻ്റെ കൊട്ടേഷൻ കൊടുത്ത ആളുകളെ കൊണ്ട് ബുദ്ധിമുട്ടുകയാണ്. ഇദ്ദേഹമാണ് ചെയ്തത് എന്ന് പറഞ്ഞ് ചാനലുകളിലൊക്കെ അദ്ദേഹം നിറഞ്ഞു നിൽക്കുകയാണ്. അതാണ് ഭൃത്യന്മാരെ കൊണ്ടുള്ള അപകടങ്ങൾ. താൻ ആരെക്കൊണ്ടെങ്കിലും എന്തെങ്കിലും പ്രകോപിപ്പിക്കുകയോ അവർക്ക് കാശ് കൊടുത്ത് തനിക്ക് ഏത് വ്യക്തിയോടാണ് വിരോധം, ആ വ്യക്തിയോടുള്ള വ്യക്തിവിരോധം തീർക്കാൻ ആളുകളെ ചുമതലപ്പെടുത്തുക, കൊട്ടേഷൻ കൊടുക്കുക, എന്നിട്ട് തനിക്ക് തിരിച്ചു വരും. അത് പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങേണ്ടി വരും. മലയാളത്തിലെ ഏറ്റവും പ്രഗത്ഭനായ നിർമ്മാതാവ്, വിതരണക്കാരൻ, അഭിനേതാവ്, ഇന്ന് ഏറ്റവും പ്രശസ്തിയിലെത്തേണ്ട വ്യക്തിയാണ്. എല്ലാം നശിച്ചു കിടക്കുന്നത്. കാശുണ്ടായിരിക്കാം, പക്ഷേ തന്നെ പൊസിഷൻ നഷ്ടപ്പെട്ടാൽ അത് തിരിച്ചു വരിക പ്രയാസമാണ്. സ്ഥാനഭ്രഷ്ടാന്ന ശോഭന്തേ ദന്താകേശ നഖ നരാഹ. സ്ഥാനചലനം സംഭവിക്കുന്ന, നഷ്ടപ്പെടുന്ന ദന്താഹ പല്ലുകൾ, കേശം മുടി, ദന്തപ്പല്ല്. പല്ലൊരു പല്ല് പോയാൽ അതിന് വൈരൂപ്യം വന്നാൽ പിന്നെ ഒന്നിനും പറ്റില്ല. മുടി, നഖം, നരന്മാർ, മനുഷ്യർ, ഇവർക്ക് സ്ഥാനജലം വീഴ്ച വന്നാൽ പിന്നെ ഇവർ കയറി വരാൻ പ്രയാസമാണ്. ഇന്ത്യ മുഴുവൻ ഭരിച്ച നരസിംഹറാവു 14 ഭാഷകളിൽ പ്രവീണനാണ്. ഇന്ത്യ ഭരിച്ചു അദ്ദേഹം വർഷങ്ങളോളം. പക്ഷെ അദ്ദേഹത്തിൻ്റെ അവസാന കാലം CBI കേസുമായി ജയിലിലായിരുന്നു. സ്വന്തം പാർട്ടിക്കാർ ഭരിച്ചിട്ട് പോലും അദ്ദേഹം ജയിലിൽ അഴിയണ്ണേണ്ടി വന്നു. ദുരിതപൂർണമായ ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. സദ്ദാം ഹുസൈൻ, ഗദ്ദാഫി, മുസോളിനി, ഹിറ്റ്ലർ എല്ലാം മനസ്സിലാക്കണം. സ്ഥാനചലനം സംഭവിക്കുന്ന മനുഷ്യരൊരിക്കലും പിന്നെ ശോഭിക്കുകയില്ല. അയാൾ ചരിത്രത്തിൻ്റെ ചവറ്റുകുട്ടയിലായിരിക്കും അദ്ദേഹം. ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത് അഷ്ടമത്തിൽ ആരാകുന്നു? അഷ്ടമത്തിൽ സാക്ഷാൽ സൂര്യൻ നിൽക്കുകയാണ് കന്നിരാശിക്കാർക്ക്. ഇവിടെ ഇനി നാം ചിന്തിക്കേണ്ടത്, ഈ 8-ാം ഭാവത്തിൽ വരുമ്പോൾ മേൽപ്പറഞ്ഞ എല്ലാ ബുദ്ധിമുട്ടുകളും വരും. ഹോരാചാര്യർ പറഞ്ഞത് ഒരു ഫലം മാത്രമാണ്. സ്വൽപാത്മജോ നിധനകേ വികലേക്ഷണ. ഇദ്ദേഹത്തിന് കണ്ണുകൾക്ക് വൈകല്യം വരും. കണ്ണുകൾക്ക് വൈകല്യം എന്നാൽ കണ്ണുകൾക്ക് രോഗം മാത്രമല്ല, പല കാര്യങ്ങളും സൂക്ഷ്മമായി ചിന്തിക്കാതെ എടുത്തു ചാടി അതിലൂടെ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ. ദൃഷ്ടി ഒരു ഭാവത്തിൽ മാത്രം ഊന്നണം, ഫോക്കസ് ചെയ്യണം, ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ വരും. കുട്ടികൾക്ക് പഠന വിഷയത്തിൽ വരും, വലിയ വ്യക്തികൾക്ക് കാശിൻ്റെ വിഷയത്തിൽ വരും, അഭക്യാദികൾ വരും, സ്ത്രീ കാരണം പേരുദോഷം വരും. 6 മാസം കഴിഞ്ഞിട്ടായിരിക്കാം കേസ് വരുന്നത്. പക്ഷേ പോക്സോ പോലുള്ള അനുഭവങ്ങൾ, മറ്റ് സ്ത്രീപീഡന കേസുകളൊക്കെ വരേണ്ട മാസമാണിത്. വളരെ ചിന്തിക്കണം കന്നിരാശിക്കാർ. ആലോചിച്ച് പ്രവർത്തിച്ചില്ലെങ്കിൽ അതിഭീകരമായിരിക്കും അവസ്ഥ. സ്വൽപാത്മജ, സന്താന വിഷയത്തിലേക്ക് ബുദ്ധിമുട്ട് വരും. അതിനാൽ 12 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ പേരിൽ കർഗോഹോമം ചെയ്യണം കന്നിരാശിക്കാർ. 12-ന് മുകളിലുള്ള മക്കളുടെ പേരിൽ മൃത്യുഞ്ജയ ഹോമമോ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയോ ചെയ്യണം. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം കൂടി ചിന്തിക്കേണ്ടത്, ചമത്കാര ചിന്താമണിയിൽ പറഞ്ഞിരിക്കുന്നത് ക്രിയാലംബടസ്തു അഷ്ടമേ കഷ്ടഭാഗി. ക്രിയാലംബട, ജോലി മുതലായ വിഷയങ്ങളിൽ, ജോലികളിൽ ലംബട, എടുത്തു ചാടി ചാബല്യം കാണിച്ച് കഷ്ടഭാഗി, അങ്ങേറ്റം കഷ്ടപ്പാടുണ്ടാക്കും. വിദേശീയതാരാൻ ഭജേത്, ദേശം വിട്ടുപോയ പെണ്ണിനെ ആഗ്രഹിക്കും. മറ്റു ദേശത്ത് പോയി അവിടെ ഒരു പെണ്ണിനെ കണ്ടു, അവിടെ ആഗ്രഹിക്കുക. അതിൻ്റെ പേരിൽ രോഗങ്ങളുണ്ടാകാം, ധനനഷ്ടം വരും, മാനഹാനി ഉണ്ടാകും. ഭജേത് വാപ്യ അവസ്തു, അവസ്തു അഭിഭജേത്, തനിക്ക് ആഗ്രഹിക്കാൻ പാടില്ലാത്തത് ആഗ്രഹിക്കും. നമ്മൾ ആഗ്രഹങ്ങൾക്ക് അതിരുണ്ട്. ആഗ്രഹങ്ങൾ അതിര് മൂത്താൽ അത് അത്യാഗ്രഹമാകും. അത് നാശത്തിൻ്റെ കാരണമാണ്. അത്യാഗ്രഹം കൊണ്ടാണ് ദുര്യോധൻ വധിക്കപ്പെട്ടത്. അല്ലെങ്കിൽ പാണ്ഡവർക്ക് ഒരു ചെറിയ രാജ്യം കൊടുത്ത്, തൻ്റെ സഹോദരങ്ങളാണ്, അവരെ മാറ്റി നിർത്താമായിരുന്നു. സന്ധി സംഭാഷണത്തിൻ്റെ അങ്ങേയറ്റം വരെ കൃഷ്ണൻ
മുന്നോട്ട് വെച്ച ഒരു ഉടമ്പടിയും ദുര്യോധനൻ സ്വീകരിച്ചില്ല. 1 സെന്റ് ഭൂമി കാലിൽ കുത്താൻ കൊടുക്കുകയില്ല. ആഗ്രഹം, അത്യാഗ്രഹം. ആഗ്രഹിക്കാൻ പാടില്ലാത്തത് ആഗ്രഹിച്ചു. ഇതാണ് അഷ്ടമത്തിൽ സൂര്യൻ വന്നാലുള്ള ഫലം. അത് വ്യക്തിജീവിതത്തിലും ബാധ്യമാണ്, രാഷ്ട്രീയത്തിലും ബാധ്യമാണ്. വസുക്ഷീണത ദുസ്യുതവ വിലംബാത്. തന്നെ ധനം നശിക്കും. ദുസ്യുത കള്ളൻ കൊണ്ടുപോകും, അല്ലെങ്കിൽ കാലതാമസം വന്നിട്ട് നശിക്കും. താൻ ഇന്ന് ചെയ്യേണ്ട കർത്തവ്യം ഇന്ന് ചെയ്തില്ലെങ്കിൽ അത് തനിക്ക് പാരയായിട്ട് വരും. 8-ൽ സൂര്യനുള്ളവർക്ക്. അതാണ് നാം ഉറുമ്പിനെ കണ്ടുപിടിക്കേണ്ടത്. ശ്ലോകം തന്നെയുണ്ട്, ദിവസേനൈവ തദ്ഗുര്യാത് യേന രാത്രോ സുഖം വസേയത്. പകല് ചെയ്യേണ്ട കർമ്മങ്ങൾ പകലിൽ ചെയ്യുക, എന്നാൽ രാത്രി സുഖമായിട്ട് ഉറങ്ങാം. തദ്ഗുര്യാത് അഷ്ടഭിർമാസേഹി യേന വർഷാസുഖം വസേത്. 8 മാസം തനിക്ക് ചെയ്യേണ്ട കർമ്മങ്ങൾ വൃത്തിയായി ചെയ്യുക, എന്നാൽ മഴക്കാലം 4 മാസം സുഖമായി കിടന്നുറങ്ങാം. ഉറുമ്പുകളെ നാം അനുകരിക്കേണ്ടി വരുമെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. തങ്ങളുടെ മഴക്കാലമാകുന്നതിന് മുൻപ് കൂടുകെട്ടി തങ്ങളുടെ ഭക്ഷണം കൊണ്ടുപോകുന്ന നിരനിരയായി തങ്ങളുടെ ഭക്ഷണം കൊണ്ടുപോയി ആ കൂട്ടിൽ എത്തിച്ച് അതിനെ സംരക്ഷിച്ച് സുഖമായി മഴക്കാലത്തേക്ക് പുറത്തു വരാത്ത ഉറുമ്പുകളെ, പ്രാണികളെ നാം പാഠമാക്കണം. ബാലാദപി ശുഗാദപി എന്ന് പറഞ്ഞിട്ടുണ്ട്. യുക്തിയുക്തം വജഗ്രാഹ്യ. യുക്തിപരമായ വാക്കുകൾ നിങ്ങൾക്ക് കുട്ടികളിൽ നിന്നും തത്തയിൽ നിന്നും സ്വീകരിക്കാം. അതിനാൽ കന്നിരാശിക്കാർ വളരെയധികം ശ്രദ്ധിക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അപവാദോ മഠാപത്തിരപി പാവയെ അഷ്ടമസ്ഥിതി. 8-ൽ പാപഗ്രഹമാണ്. അപവാദങ്ങളുണ്ടാവും, മഠത്തിന് ആപത്തുണ്ടാക്കും. മഠത്തിന് ആപത്തുണ്ടാകും, ഉണ്ടാക്കും. നമ്മുടെ സന്ദീപാനന്ദഗിരിയൊക്കെ കണ്ടില്ലേ? അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിന് തീയിട്ടു, വാഹനത്തിന് തീയിട്ടു. അങ്ങനെ അപകടങ്ങൾ ഉണ്ടാകും, ഉണ്ടാക്കാം. ശ്രദ്ധിക്കണം. സമൂഹത്തിൽ അനാഥാലയം, മന്ദിരം, ട്രസ്റ്റ് ഇവിടെ ഇരിക്കുന്ന വ്യക്തികൾ ശ്രദ്ധിക്കുക. തങ്ങൾക്ക് അപവാദങ്ങൾ വരാം. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, തങ്ങളുടെ സ്ഥാനമാനങ്ങൾ തെറിക്കും. പ്രസിഡന്റ്, സെക്രട്ടറി അല്ലെങ്കിൽ ട്രഷറർ ഇവർക്കൊക്കെ അഴിമതി ആരോപണം ഉന്നയിക്കും. ഇവർ അശക്തരാകുന്ന മാസമാണിത്. അതിനാൽ വളരെ ശ്രദ്ധിക്കുക. ഒരു തരത്തിലുള്ള അന്യായമായ കാര്യങ്ങൾക്കോ ക്രമക്കേടുകൾക്കോ നമ്മുടെ സംഘടനാ നേതാക്കളോ അല്ലെങ്കിൽ മഠം, ആലയം, ക്ഷേത്രം, ഈ പറഞ്ഞ ട്രസ്റ്റ് മുതലായ ആളുകളോ ശ്രദ്ധിക്കേണ്ട. ഇടി വരേണ്ട സമയമാണ്. തങ്ങളുടെ പേര് ദോഷം തനിക്ക് വരും. ജയിലിൽ പോകേണ്ടി വരും, കോടതിയിൽ പോകേണ്ടി വരും, മുൻകൂർ ജാമ്യത്തിന് പോകേണ്ടി വരും. അനാവശ്യമായി കുട്ടികളുടെ വിഷയത്തിലോ സ്ത്രീ വിഷയത്തിലോ അധ്യാപകരോ അല്ലെങ്കിൽ അതുമായി മറ്റ് ബന്ധപ്പെടുന്ന ആളുകളോ ഒരു തരത്തിലും ഇടപെട്ടാൽ ഫലം പോക്സോ ആയിരിക്കും, കേസുകളായിരിക്കും. വളരെ ശ്രദ്ധിക്കുക. ഇവിടെ പരിഹാരമേ ഉള്ളൂ. ശിവക്ഷേത്ര ദർശനം നടത്തുക. ഞാൻ പറയുക, ഈ മേടമാസം മുഴുവനും ക്ഷേത്ര ദർശനം നടത്തുന്ന നല്ലതാണ്. ശിവക്ഷേത്ര ദർശനം, കൂളമാല, ജലധാര, ഓം നമഃശിവായ എന്ന അതിശക്തമായ മന്ത്രം ജപിക്കുക. ആദിത്യ ഹൃദയം ജപിക്കുക. ഞാൻ ഇന്നും കാലത്ത് ആദിത്യ ഹൃദയം ജപിച്ച് എൻ്റെ ശരീരത്തിന് എനർജി നൽകിയിട്ടാണ് നിങ്ങളുടെ മുന്നിൽ സംസാരിക്കുന്നത്. ഏറ്റവും ശക്തമായ മന്ത്രമാണ് ലോകത്തിൽ ആദിത്യ ഹൃദയ മന്ത്രം. ത്രിരാജമ്യ ശുചിർഭൂത്വ. അഗസ്ത്യർ ശ്രീരാമസ്വാമിയോട് പറഞ്ഞത് 3 പ്രാവശ്യം ജപിക്കാനാണ്. 3 പ്രാവശ്യം ജപിച്ചിട്ടാണ് അദ്ദേഹം രാവണന്റെ പ്രഭാവത്തിന് തടയിടുന്നത്, രാവണനുമായി യുദ്ധം ചെയ്ത് രാവണനെ വധിക്കുന്നത്. ആദിത്യ ഹൃദയ മന്ത്രമായിരുന്നു ശ്രീരാമൻ്റെ എനർജി. രാമായണത്തിലെ യുദ്ധകാണ്ഡത്തിലാണ്. അവസാനം തളർന്നു പോവുകയാണ്. തതോ യുദ്ധപരിശ്രാന്തം സമരേ ചിന്തയാസ്ഥിതം രാവണം ചാഗ്രതോ ദുഷ്ടോ യുദ്ധായ സമുപസ്ഥിതം. യുദ്ധത്തിന് ഉറച്ചു നിന്ന രാമൻ ആ ദശാസ്യനെ കണ്ടപ്പോൾ പകച്ചു പോവുകയാണ്. ആ സമയത്താണ് ദ ഷോർട്ടസ്റ്റ് അഗസ്ത്യ വിൽ കൺവിൻസ് രാമായൺ ജീവിത മന്ത്ര മോട്ടിവേറ്റഡ് ഹിം. രാമരാമ മഹാബാഹോ ശൃണുഗുഹ്യം സനാതനം ഏന സർവാൻ അനീൻ വത്സ സമരേ വിജയിഷ്യസി. ഈ സനാതനമായ മന്ത്രത്തെ നീ കേട്ടാലും എന്നിട്ട് ഇത് മുന്നോട്ട് പോകൂ. അതിനാൽ ആദിത്യ ഹൃദയ മന്ത്രം എല്ലാവർക്കും നല്ലതാണ്. നിങ്ങളുടെ ശരീരത്തിൻ്റെ ഹൃദയത്തിന് അത് എന്ത് ചെയ്യുന്നു? മനസ്സിന് ധൈര്യം കൊടുക്കുന്നു, സ്ഥൈര്യം കൊടുക്കുന്നു. എല്ലാ പ്രിയപ്പെട്ട കന്നിരാശിക്കാർക്കും ഒരു ശോഭനമായ നല്ലൊരു മാസത്തെ ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.